ഹായ് എവരിവൺ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നു റിങ്സ് എന്ന ടോപ്പിക്കിലെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് റിങ്. ചില റിങ്ങിൻ്റെ ചില പ്രോപ്പർട്ടീസാണ്, സ്പെഷ്യൽ ടൈപ്സാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിൽ ആദ്യത്തെ ടൈപ്പാണ് കമ്മ്യൂട്ടേറ്റീവ് റിങ്. അപ്പോൾ നമുക്കറിയാം, ഒരു റിങ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ടാവും. ഒന്ന് അഡീഷൻ, ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അഡീഷനിൽ റിങ് ആവണമെങ്കിൽ അഡീഷനിൽ അതെന്തായിരിക്കണം, ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. അതായത് അഡീഷൻ എന്നത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കണം, കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം. റിങ് ആവണച്ചാൽ തന്നെ എന്തുണ്ടാവണം, ആദ്യത്തെ ഓപ്പറേഷൻ എന്തായിരിക്കണം, അബീലിയൻ ആവണം. രണ്ടാമത്തെ ഓപ്പറേഷൻ എന്തുണ്ടായാൽ മതി, അസോസിയേറ്റീവും അതേപോലെ ഡിസ്ട്രിബ്യൂട്ടീവും ആയാൽ അതിനെ റിങ് എന്ന് വിളിക്കും. ഓക്കെ, ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് തരുന്ന ആ റിങ്ങിൽ രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ, അതായത് എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ പറഞ്ഞ പേരാണ് കമ്മ്യൂട്ടേറ്റീവ് റിങ്. ഇപ്പോൾ എക്സാമ്പിൾ Z, പ്ലസ് ഡോട്ട്, അതായത് ഇൻറ്റിജേഴ്സ് അണ്ടർ അഡീഷൻ ഒരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പാണ്. അവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് എന്താണ്, അസോസിയേറ്റീവ് ഓപ്പറേഷൻ ആണ്. അതേപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്കറിയാം. അതുകൊണ്ട് Z പ്ലസ് ഡോട്ട് എന്നുള്ളത് ഒരു റിംഗ് ആണ്. ഇവിടെ നമുക്ക് ഇൻറ്റിജേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 1 ഇൻറ്റു 2, അത് നമുക്ക് എങ്ങനെ എഴുതാം, 2 ഇൻറ്റു 1 എഴുതാം. അല്ലെങ്കിൽ 3 ഇൻറ്റു 2 നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാൻ പറ്റും. അതായത് അവിടെ ഇൻറ്റിജേഴ്സിൽ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, ഒരു കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ ഇത് നമുക്ക് എന്ത് പറയാൻ പറ്റും, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് എ റിംഗ് ആർ ഇൻ വിച്ച് ദ മൾട്ടിപ്ലിക്കേഷൻ കോമ്പോസിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. That is AB is equal to BA is called a commutative ring. Okay, അതായത് നമ്മൾ രണ്ടാമത്തെ ഓപ്പറേഷൻ, ആദ്യത്തെ ഓപ്പറേഷൻ എന്തായാലും എന്തായിരിക്കണം, കമ്മ്യൂട്ടേറ്റീവ് ആവണം. രണ്ടാമത്തെ ഓപ്പറേഷനും കമ്മ്യൂട്ടേറ്റീവ് ആവുകയാണെങ്കിൽ അതിന് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് പറയും. ഇപ്പോൾ നമ്മൾ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു, മെട്രിക്സിൻ്റെ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് റിംഗ് ആണ്, നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്ത് വെച്ചു. അവിടെ അത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആവുമോ? അത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണെന്ന് വെച്ചാൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കണം, കമ്മ്യൂട്ടേറ്റീവ് ആണോ? പക്ഷെ നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. എ ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി എ ഫോർ എവറി എ ആൻഡ് ബി. ഏതെങ്കിലും ഒന്നോ രണ്ടോ കേസിലേക്ക് എ ബി ഈക്വൽ ടു ബി എ വരാം. പക്ഷെ ഏത് എയും ബി എടുത്താലും എ ബി ഇൻറ്റു ബി എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ആവണമെന്നില്ല. സോ ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തതുകൊണ്ട് മെട്രിക്സ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ആ റിങ് കമ്മ്യൂട്ടേറ്റീവ് റിങ് അല്ല. അത് റിങ് ആണ്, പക്ഷെ എന്തല്ല, ഇറ്റ് ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് റിംഗ് വിത്ത് യൂണിറ്റി. അപ്പോൾ നമുക്കറിയാം, ഒരു റിങ്ങിനകത്ത് രണ്ട് തരത്തിലുള്ള രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്. ഒന്ന് അഡീഷൻ, ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ. അഡീഷനിൽ അവിടെ എന്തുണ്ടാവണം, ഐഡൻറ്റിറ്റി ഉണ്ടാവണം. നമ്മൾ പറഞ്ഞ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയും. രണ്ടാമത്തെ ഓപ്പറേഷനാണ് മൾട്ടിപ്ലിക്കേഷൻ. അതിലവിടെ എന്തുണ്ടാവണമെന്നില്ല, ഐഡൻറ്റിറ്റി ഉണ്ടാവണമെന്നില്ല. ഇനി അഥവാ മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക 1 കൊണ്ടാണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുക 1 കൊണ്ടാണ്. അത് സച്ച് ദാറ്റ് 1A ഇസ് ഈക്വൽ ടു A ഇസ് ഈക്വൽ ടു A ഇൻറ്റു 1. അതായത് ഏതൊരു എലമെൻറ്റ് A എടുത്താലും അതിൻ്റെ ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്താലും റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്താലും അതിനെ വാല്യൂ A തന്നെ വരികയാണെങ്കിൽ, ആ എലമെൻ്റ് തന്നെ ആവുകയാണെങ്കിൽ, അങ്ങനത്തെ എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ പറയും റിംഗ് വിത്ത് യൂണിറ്റി. ആ 1 എന്ന എലമെൻറ്റിനാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയാം. അതൊരു റിങ്ങിനകത്ത് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയും റിംഗ് വിത്ത് യൂണിറ്റി. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് അല്ല, പക്ഷെ നമുക്ക് അവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുത്തുകൂടെ. ഇപ്പോൾ സ്ക്വയർ മെട്രിക്സ് എടുക്കുന്നത് MN എന്നുള്ളത് ഒരു N/N സ്ക്വയർ മെട്രിക്സ് ആണെന്ന് കരുതുക. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ടാവും, ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ടാവും 1 0 0 1. അപ്പോൾ ഏത് മെട്രിക്സിൻ്റെയും എ എന്ന മെട്രിക്സിൻ്റെ റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താലും ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഏത് തന്നെ കിട്ടും, എ എന്ന അതേ മെട്രിക്സ് തന്നെ കിട്ടും. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 1 അല്ലേ, അതിന് നമുക്ക് എന്ത് പറയാം, അതൊരു യൂണിറ്റിയാണ്. സോ സ്ക്വയർ മെട്രിക്സ് വിത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മെട്രിക്സ് അഡീഷൻ ഈസ് എ റിംഗ് വിത്ത് യൂണിറ്റി. അതേപോലെ ഇപ്പോൾ ഇൻറ്റിജേഴ്സ് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു. അവിടെ ഇൻറ്റിജേഴ്സ് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അവിടെ ആരുണ്ട്, നമ്മളെടുത്ത് Z പ്ലസ് ഡോട്ട്. അതിനകത്ത് 1 ഉണ്ട് അല്ലേ, 1 എന്നുള്ള എലമെൻ്റ് അവിടെ ഉണ്ട്, സെറ്റിനകത്തുണ്ട്. സച്ച് ദാറ്റ് 2 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 2 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ 3 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 3 ഇസ് ഈക്വൽ ടു
1 into 3 എന്ന് എഴുതാം അല്ലേ. ഏത് എലമെൻറ്റിൻ്റെയും ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? അതേ എലമെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് ഫോർ എവറി a into 1 is equal to a is equal to 1 into a. So we can say that Z plus dot is a ring with unity. അപ്പോൾ ഐഡൻറ്റിറ്റി, അതായത് നമുക്ക് അഡീഷനിൽ എന്തായാലും ഐഡൻറ്റിറ്റി ഉണ്ടാവണം. മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പേര് റിംഗ് വിത്ത് യൂണിറ്റി. മൂന്നാമത്തെ അതാ പറഞ്ഞത് അഡിറ്റീവ് ഐഡൻറ്റിറ്റി നമ്മൾ എപ്പോഴും 0 കൊണ്ട് ഡിനോട്ട് ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി നമ്മൾ 1 കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി നമ്മൾ പറയാം 0 ഓഫ് റിംഗ് എന്നും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി നമ്മൾ യൂണിറ്റി ഓഫ് റിംഗ് എന്നും പറയും. ഓക്കെ, അതായത് നമുക്കറിയാം എപ്പോഴും അഡീഷൻ എന്തായിരിക്കണം? ഒരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. അപ്പോൾ അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എന്തായാലും ഉണ്ടാവണം. അതിനെ നമ്മൾ പറയാം 0 ഓഫ് ദ റിംഗ്. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മൾ പറയാം യൂണിറ്റി ഓഫ് റിംഗ്. അങ്ങനത്തെ ഐഡൻറ്റിറ്റി ഉള്ള റിങ്ങിനെ നമ്മൾ പറയാം റിംഗ് വിത്ത് യൂണിറ്റി. ഇനി അടുത്ത മൂന്നാമത്തെ ടൈപ്പാണ് ഡിവിഷൻ റിംഗ്. ലെറ്റ് ആർ ബി എ റിംഗ് വിത്ത് യൂണിറ്റി 1 നോട്ട് ഈക്വൽ ടു 0. അതായത് ആറിനകത്ത് ആരുണ്ട്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 ഉണ്ട്, യൂണിറ്റി ഉണ്ട്. Then an element u in R is called unit of R if it has multiplicative inverse in R. അതായത് ഇപ്പം നമ്മൾ എടുക്കുകയാണ് R പ്ലസ് ഡോട്ട് എടുത്തു. R പ്ലസ് ഡോട്ട്, അതായത് റിയൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. സാധാരണ റിയൽ നമ്പേഴ്സ് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എടുത്തു. അപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്? 1 എന്നുള്ളത് ആറിനകത്തുണ്ട്. ഇനി എന്താണ്? യു എന്ന എലമെന്റ്, ഇപ്പം 2 എന്നൊരു എലമെന്റ്, അതിനെ യൂണിറ്റ് എന്ന് പറയണമെങ്കിൽ ഈ 1 നമ്മൾ പറയാം യൂണിറ്റി. ഓക്കെ, 1 ബിലോങ്സ് ടു ആർ നമ്മൾ പറയാം യൂണിറ്റി. ഇനി 2 ബിലോങ്സ് ടു ആറിനെ നമ്മൾ യൂണിറ്റ്, രണ്ടും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമ്മൾ യൂണിറ്റ് എന്ന് പറയണമെങ്കിൽ 2 into a is equal to എന്തായിരിക്കണം? 1 is equal to a into 2. അങ്ങനെ ഒരു എ ഉണ്ടാവണം. ഉണ്ടോ? ആറിനകത്ത് ഇങ്ങനെ ഏതെങ്കിലും എ ഉണ്ടോ? നമുക്ക് എന്താ പറയാം? എക്ക് പകരം 1/2 കൊടുത്താൽ പോരെ. അപ്പോൾ 2 into 1/2 is equal to 1 is equal to 1/2 into 2 എന്ന് എഴുതാലോ. Therefore 1/2 belongs to R ആയതുകൊണ്ട് പറയാം R2 is a unit of R. 2 എന്നത് ആറിനകത്തെ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പേര് റിംഗ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം. നമ്മൾ എടുക്കുന്ന ഓപ്പറേഷൻ Z പ്ലസ് ഡോട്ട് ആണെന്ന് എഴുതാം. Z അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് ആരുണ്ട്? യൂണിറ്റി ഉണ്ട്. യൂണിറ്റി ആരാ? 1, നോട്ട് ആർ, Z. 1 ബിലോങ്സ് ടു Z ആണ്. ബട്ട് ഇവിടെ 2 എടുത്തു. 2 ഒരു യൂണിറ്റ് ആണോ? നോക്കി നോക്കാം. 2 into a is equal to 1. അങ്ങനെ ആവണമെങ്കിൽ a is equal to എന്തായിരിക്കണം? 1/2 ആവണ്ടേ. അത് Z-നകത്തുണ്ടോ? ഇല്ല, ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു Z. Therefore 2 is not an unit. 2 എന്തല്ല? യൂണിറ്റ് അല്ല. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ടേംസ് നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയും. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സ് നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയും. ഇനി എന്താണ് ഡിവിഷൻ റിംഗ് എന്നാണ് പറയുന്നത്. എവറി നോൺ സീറോ എലമെന്റ് ഓഫ് ആർ ഈസ് എ യൂണിറ്റ്, ദെൻ ആർ ഈസ് എ ഡിവിഷൻ റിംഗ് ഓർ സ്ക്യൂ ഫീൽഡ്. ഇപ്പം നമ്മൾ എടുക്കണ ഒരു റിംഗ് എടുത്തു. ഫോർ എക്സാമ്പിൾ ആർ പ്ലസ് റിയൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇതിനകത്ത് നമുക്ക് നോക്കിയറിയാം എവറി നോൺ സീറോ എലമെന്റ് ഓഫ് ആർ ഈസ് എ യൂണിറ്റ് അല്ലേ. ഇതിനകത്ത് ഏത് എലമെന്റ് എടുത്താലും എ എടുത്താൽ ആരുണ്ടാവും? ഫോർ എവറി എ ബിലോങ്സ് ടു ആർ ദർ എക്സിസ്റ്റ് 1/a ബിലോങ്സ് ടു ആർ അല്ലേ. ആണല്ലോ. പക്ഷേ ഇവിടെ ആരില്ല? 0 എടുത്തു. 0ന്റെ ഇൻവേഴ്സ് ആരാ? 0ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആരാ? 0 into a is equal to 1 വരണമെങ്കിൽ a എന്തായിരിക്കണം? 1/0 ആണ് അല്ലേ. 1/0 എവിടെ ഇല്ല? ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. സോ ഈ ആർ പ്ലസ് ഡോട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ ആർ മൈനസ് Z0 എടുത്തു, ആർ സ്റ്റാർ.
R1 സെറ്റ് 0 നമ്മൾ എഴുതണ പേര് പ്ലസ് ഡോട്ട്. നമ്മൾ Z3 എടുക്കും. നമ്മൾ Z3 എടുത്തു. Z3 നിൽക്കാത്ത ആരൊക്കെ ഉണ്ടാവുക? 0 1 2 അല്ലേ? ഇതിനകത്ത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1 ഉണ്ട്. ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ വരിക? 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് ഐഡന്റിറ്റി 1 വരിക? ഇവിടെ ഓപ്പറേഷൻ ആരാ? ഇവിടുത്തെ ഓപ്പറേഷൻ അഡീഷൻ മോഡുലോ 3 ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 3. അതായത് ഏതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് വരണം? 1 വരണം. അപ്പോൾ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. വാട്ട് ഈസ് 2 മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 3 ആണ്. മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 3 2 ഇസ് ഈക്വൽ ടു 4/3 എന്ന് വരും അല്ലേ? റിമൈൻഡർ ഓഫ് 4/3 എന്താ വരിക? 1. അപ്പോൾ 2ന്റെ ഇൻവേഴ്സ് ആണ് 2. അപ്പോൾ 2 ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, 2 ഒരു യൂണിറ്റ് ആണ്. പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്? എവരി നോൺ സീറോ എലമെന്റ് ആണ്. സീറോക്ക് എന്തുണ്ടാവണമെന്നില്ല? ഐഡന്റിറ്റി. സീറോക്ക് എന്തുണ്ടാവണമെന്നില്ല? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. സീറോ എന്തായാലും ഉണ്ടാവും അല്ലേ? അഡിറ്റീവ് ഐഡന്റിറ്റി എല്ലാത്തിലും വേണം. പക്ഷെ ഇവിടെ എന്ത് പറയുന്നത്? എവരി നോൺ സീറോ എലമെന്റ്, സീറോ അല്ലാത്ത എലമെന്റ്സിന് എന്തുണ്ടായാൽ മതി? ഐഡന്റിറ്റി ഇൻവേഴ്സ് ഉണ്ടായാൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ R പ്ലസ് ഡോട്ട്. ഇതിനകത്ത് ഏത് A ബിലോങ്സ് ടു R എടുത്താലും 1/A ബിലോങ്സ് ടു R ഉണ്ടായിരിക്കും അല്ലെ? ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? R പ്ലസ് ഡോട്ട്. അതേപോലെ ഇപ്പോൾ പറഞ്ഞ നമ്മളെ Z3 അഡീഷൻ മോഡുലോ 3 മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 3 ഇതെല്ലാം ഡിവിഷൻ റിങ്സ് എന്ന് പറയും. ഇതിനൊക്കെ നമ്മൾ പറഞ്ഞ പേരെന്താണ്? ഡിവിഷൻ റിംഗ്. അപ്പോൾ ഡിവിഷൻ റിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അതിനകത്തെ സീറോ അല്ലാത്ത എല്ലാ എലമെന്റ്സിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ആ എലമെന്റ് എന്തോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം? ഐഡന്റിറ്റി 1 കിട്ടണം. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടി. ഡസ് a ring R with at least 2 elements is called a division ring if non-zero element of R form a group under multiplication. അപ്പോൾ അതിൻ്റെ പറയാണ്, അതായത് ഒരു റിംഗ് എടുക്കണം. അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സ് ഉള്ള റിംഗ് എടുത്തു. അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സ് ഉള്ള റിംഗിനെ നമ്മൾ ഡിവിഷൻ റിംഗ് എന്ന് പറയണമെങ്കിൽ അത് ആദ്യം റിംഗ് ആയിരിക്കണം. പിന്നെ മൾട്ടിപ്ലിക്കേഷനിൽ എന്തുണ്ടാവണം? ഐഡന്റിറ്റി ഉണ്ടാവണം. എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാവണം? ഇൻവേഴ്സ് ഉണ്ടാവണം. അപ്പോൾ നമുക്കൊരു റിംഗ് ആവണമെങ്കിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കണം? അസോസിയേറ്റീവ് ആവണം. പിന്നെ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി ദാറ്റ് ഇസ് യൂണിറ്റി ഉണ്ടാവണം. പിന്നെ എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാവണം? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പേരാണ് ഡിവിഷൻ റിംഗ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 എലമെന്റ്സ് ഉള്ള ഏതൊരു റിംഗ് എടുത്താലും അതിന് ഡിവിഷൻ റിംഗ് എന്ന് പറയണമെങ്കിൽ ദ നോൺ സീറോ എലമെന്റ്സ് ഓഫ് R ഫോം എ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് അവിടെ എന്തുണ്ടാവണം? ഇറ്റ് ഹാസ് എ യൂണിറ്റി. യൂണിറ്റി പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടാവണം. പിന്നെ ഈച്ച് നോൺ സീറോ എലമെന്റ് ഹാസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ ഐഡന്റിറ്റി ഉണ്ടാവണം. എല്ലാ എലമെന്റ്സിനും എന്തുണ്ടാവണം? ഇൻവേഴ്സും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ 4 ടൈപ്സ് പറഞ്ഞത്. ഫസ്റ്റ് ടൈപ്പ് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ടൈപ്പ് എന്താ? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഓപ്പറേഷൻ എന്തായിരിക്കുക? കമ്മ്യൂട്ടേറ്റീവ് ആവുക. രണ്ടാമത്തെ പറയാം റിംഗ് വിത്ത് യൂണിറ്റി. രണ്ടാമത്തെ ഓപ്പറേഷൻ അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഓപ്പറേഷൻ എന്താവുക? അതിനകത്ത് ഐഡന്റിറ്റി ഉണ്ടാവുക. അവിടെ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആവണമെന്നൊന്നുമില്ല, ഒക്കെ വെവ്വേറെയാണ്. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടായിരുന്നു? ഈ കമ്മ്യൂട്ടേറ്റിവിറ്റി മാത്രം മതി, അവിടെ ഐഡന്റിറ്റി ഉണ്ടാവേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ റിംഗ് വിത്ത് യൂണിറ്റി പറഞ്ഞാൽ അവിടെ യൂണിറ്റി ഉണ്ടാവുക. യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിന് പറയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയാണ് നമ്മൾ എന്താ പറയുക? യൂണിറ്റി. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടായാൽ അത് നമ്മൾ പറയും റിംഗ് വിത്ത് യൂണിറ്റി. ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയാം. ഇനി മൂന്നാമത്തെ
പിന്നെ സീറോ എന്താന്ന് പറഞ്ഞാൽ സീറോ പറഞ്ഞാൽ അഡിറ്റീവ് ഐഡന്റിറ്റിനെ സീറോ എന്നും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി നമ്മൾ യൂണിറ്റി എന്ന് പറയും. ഇനി എന്താണ് യൂണിറ്റ്? യൂണിറ്റ് എന്ന് പറയണമെങ്കിൽ അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സിനെ നമ്മൾ യൂണിറ്റ് എന്ന് പറയാം. അപ്പോൾ എ എന്ന എലമെന്റിനെ യൂണിറ്റ് എന്ന് പറയണമെങ്കിൽ എയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആ റിങ്ങിനകത്ത് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ നമ്മൾ റിയൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എടുത്താൽ 2 എടുത്താൽ 2ന്റെ ഇൻവേഴ്സ് 1/2 അവിടെ ഉണ്ട്. അപ്പോൾ 2 ഒരു യൂണിറ്റ് ആണ്. 3 എടുത്താൽ 3 × 1/3 = 1. അപ്പോൾ 1/3 അവിടെ ഉണ്ട്. അപ്പോൾ 3 ഒരു യൂണിറ്റ് ആണ്. പക്ഷെ 0 എടുത്താൽ 0ക്ക് എന്തില്ല? ഇൻവേഴ്സ് ഇല്ല. അപ്പോൾ 0 ഒരു യൂണിറ്റ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ റിംഗ് വിത്ത് യൂണിറ്റി നമ്മൾ പറഞ്ഞു. യൂണിറ്റി പറ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിനെ നമ്മൾ യൂണിറ്റി പറയാം. ഇനി നമ്മൾ എന്താ പറയാ 1 അല്ലാത്ത നമ്മൾ 0 അല്ല എന്താ 1 അവിടെ ഉണ്ട്. എലമെന്റിനെ യൂണിറ്റ് എന്ന് പറയണമെങ്കിൽ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സിനെ നമ്മൾ യൂണിറ്റ് എന്ന് പറയാം. ഒരു റിങ്ങിനകത്തെ 0 അല്ലാത്ത അതായത് അഡിറ്റീവ് ഐഡന്റിറ്റി അല്ലാത്ത എല്ലാ എലമെന്റ്സിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എല്ലാ എലമെന്റ്സും യൂണിറ്റ്സ് ആണെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞ പേര് ഡിവിഷൻ റിംഗ് എന്നാണ്. അതായത് ഒരു റിങ്ങിനെ ഡിവിഷൻ റിംഗ് എന്ന് പറയണമെങ്കിൽ അതിന് മൾട്ടിപ്ലിക്കേഷനിൽ അതെന്തായിരിക്കണം? ഗ്രൂപ്പ് ആവണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഡിവിഷൻ റിംഗ് എന്ന് പറഞ്ഞാൽ അഡീഷനിൽ അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും, മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പ് ആയിരിക്കും, പിന്നെ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, താങ്ക് യു.